ലിറ്റററി ലെൻസിൻ്റെ 70ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിവ്യൂ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഞാൻ ദിൽന പർവിനെ ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ പ്രസന്റ് ചെയ്യണത് ഞാൻ നുജൂദ് വയസ്സ് 10 വിവാഹമോചിത എന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകം എന്ന് പറഞ്ഞത് യമൻ സ്വദേശിയായ നുജൂദ് അലിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു ആത്മകഥയാണ് ഈ ഒരു പുസ്തകം. ഇതൊരു ഫ്രഞ്ച് ബുക്കാണ്. ഇത് എഴുതിയത് നുജൂദ് അലിയുടെ കൂടെ സഹായിയായിട്ട് ഡെൽഫിൻ മിനോയ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് രമ മേനോനാണ്. ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് ന്യൂയോർക്കർ പറഞ്ഞിട്ടുള്ളത് മനക്കരുത്തിന്റെ ആത്മധൈര്യത്തിന്റെ അന്താരാഷ്ട്ര ബിംബം എന്നാണ് ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് ന്യൂയോർക്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പുസ്തകത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നുജൂദിന്റെ ജീവിതത്തെ നുജൂദ് 10ാം വയസ്സിൽ വിവാഹിതയാവുകയും പിന്നെ അത് വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യവും അതുപോലെ തന്നെ പിന്നീട് വിവാഹമോചിതയാവുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പുസ്തകത്തിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നുജൂദ് എന്ന് പറഞ്ഞത് നുജൂദിന്റെ സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നുജൂദിന്റെ. അപ്പോൾ നുജൂദ് പറഞ്ഞ യമനിയയിലെ ഒരു ദരിദ്ര കുടുംബത്തിലത്തെ ഒരു പെൺകുട്ടിയാണ്. ഒരു 10 വയസ്സുള്ളപ്പോ നുജൂദ് ദാരിദ്ര്യം കൊണ്ട് നുജൂദ് വിവാഹിതരാവണേ. അത് വിവാഹം കഴിച്ചതാണെങ്കിൽ അവളെക്കാട്ടി അവള് വെറും 10 വയസ്സ്. നമ്മളൊക്കെ ഒരു 10 വയസ്സിൽ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്നിനെ കുറിച്ചൊരു ബോധേഡ് അല്ലാത്തൊരു വയസ്സാണ് 10 വയസ്സിലൊക്കെ. ആ ഒരു 10 വയസ്സിൽ അവൾ വിവാഹിതരാവുകയും പിന്നെ അത് വിവാഹം കഴിച്ചതാണെങ്കിൽ അവളെക്കാട്ടി 3 ഇരട്ടി വയസ്സുള്ള ഒരാളാണ്. അതായത് 30 വയസ്സുള്ള ഒരാളെയാണ് അവള് വിവാഹം കഴിക്കുന്നത്. അപ്പൊ ഈ വിവാഹം കഴിച്ചതിന്റെ ശേഷം അതും അവൾക്കാണെങ്കിൽ ഈ ഒരു ചെറിയ 10 വയസ്സാകുമ്പോൾ ടോയ്സിനോട് ഫ്രണ്ട്സ് കൂട്ടുകാര് കളി അതൊക്കെ ഉള്ള ഒരു സംഭവത്തിലേക്ക് പെട്ടെന്ന് ഒരു വിവാഹത്തിലേക്ക് പോവുകയും പിന്നെ അവള് സ്കൂൾ പഠിത്തം ഒക്കെ നിർത്തിയിട്ട് ഭർത്താവിന്റെ നാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഭർത്താവിന്റെ നാട്ടിലേക്ക് പോയപ്പോ പക്ഷെ ഈ വിവാഹം കഴിക്കണതിന് അവളെ വീട്ടിൽ നിന്ന് സമൂഹത്തിലത്തെ ആൾക്കാർക്കോ അല്ലെങ്കിൽ അവളെ വീട്ടുകാർക്കോ ഒന്നും അതിനെ കുറിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവരുടെ നാട്ടിൽ അതൊരു സാധാരണ കാര്യമാണ്. ഒരു 10ാം വയസ്സിൽ ചെറിയ കുട്ടിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതൊക്കെ അവളെ വീട്ടിലും അവളെ നാട്ടുകാർക്കും അതൊക്കെ അവിടൊക്കെ സാധാരണ കാര്യമാണ് അത് അന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെ വിവാഹം കഴിച്ചിട്ട് അവള് നേരെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയും ഭർത്താവിന്റെ വീട്ടില് പിന്നീട് അവളെ ഭയങ്കര ക്രൂരമായി പീഡിപ്പിക്കുകയും പിന്നെ രാവിലെ ആണെങ്കിൽ ചെറിയൊരു സ്കൂളിൽ പോണ കുട്ടീനെ കൊണ്ട് കഠിനമായ പണികളൊക്കെ ചെയ്യിപ്പിച്ച് പകൽ സമയമൊക്കെ അവളെ കൊണ്ട് നല്ല പണിയെടുപ്പിക്കുകയും രാത്രി ഭർത്താവിന്റെ വീടിനും ഒക്കെ ആയിട്ടൊക്കെ എല്ലാം കൂടി അവളെ സഹിച്ച് പിടിക്കണ ഒരവസ്ഥ വരെയാണ്. അപ്പൊ ഒരു 10ാം വയസ്സിലത്തെ ഒരു കുട്ടി ഇതൊക്കെ സഹിക്കാന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അവളത് തുറന്നു കാണിക്കുകയാണ് ഇപ്പൊ ഈ പുസ്തകത്തിലൂടെ. അങ്ങനെ അവളെ ഭർത്താവിന്റെയും ഉമ്മയുടെയും ഒക്കെ ഇതൊക്കെ. അപ്പൊ ഇവൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അവളെ ഉമ്മയും അവളതുപോലെ ഭർത്താവിന്റെ സിസ്റ്ററൊക്കെ പറയുമ്പോ ആരും മൈൻഡ് ഇല്ല. അല്ലെങ്കിൽ നിന്റെ ഭർത്താവല്ലേ, അതൊക്കെ നീ സഹിക്കണം. ചെറിയൊരു കുട്ടിയാണെങ്കിൽ പോലും അതൊക്കെ നീ സഹിക്കണം എന്നാണ് കുട്ടീനോട് പറയണ അവര് ചെയ്യണത്. അപ്പോ അങ്ങനെ ഉള്ളതൊക്കെ ഈ ഒരു പുസ്തകത്തിലാണ്. പക്ഷെ അവള് ഭയങ്കര ഭയത്തോടും വേദനത്തോടും ഒക്കെ സഹിച്ച് പിടിച്ച് അവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം നുജൂദ് അവളെ ഉമ്മ അവളോട് അവൾക്ക് വീട്ടിൽ പോകണമെന്ന് പറയണം. അതിന് അവള് നിർബന്ധിച്ച അവളെ വീട്ടിൽ പോകണം നിർബന്ധം പിടിച്ചപ്പോ അവളെ വീട്ടിൽ കൊണ്ടായി. അവിടുന്ന് അവളെ വീട്ടുകാരോട് കാര്യം പറഞ്ഞപ്പോഴും വീട്ടുകാര് പറയണെന്താ, നിന്റെ ഭർത്താവല്ലേ, നീ ഞങ്ങൾക്ക് സഹിക്കണം എന്നുള്ളൊരു വർത്താനാണ് വീട്ടിൽ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് ആരോട്, ഈ ഒരു 10 വയസ്സുള്ള കുട്ടീനോടാണ് ഇത് പറയുന്നത്. എന്നിട്ട് വീട്ടുകാരോട് വീട്ടിൽ നിന്ന് ഉമ്മ എന്തോ സാധനം വാങ്ങിക്കാൻ റൊട്ടി വാങ്ങിക്കാൻ പൈസ കൊടുത്ത് പറഞ്ഞേക്കിയത്. പക്ഷെ അവള് റൊട്ടി വാങ്ങിക്കാതെ അവള് നേരെ പോയത് കോടതിയിലേക്കാണ്. ഈ കോടതിയിലേക്ക് പോകുമ്പോ കോടതിയിലേക്ക് പോയി. ഈ കോടതിയിൽ ഇവളെ എത്തിയതും അവിടെ ആരെയും അവളെ അറിയില്ല.
അവള് നേരെ കോടതി പോകുമ്പോൾ അവളെ ആരും മൈൻഡ് ചെയ്യണില്ല. കാരണം ഒരു കുഞ്ഞു കുട്ടി കോടതിയിൽ നടക്കുന്ന ആരും മൈൻഡ് ചെയ്യില്ല. അവൾക്ക് പല പ്രശ്നങ്ങളിലും പല ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ അവള് കോടതിയിൽ പോയിട്ട് ഇവള് ജഡ്ജിയെ കാണണം പറഞ്ഞിട്ടായിരുന്നു പോയത്. ഏത് ജഡ്ജി എന്നൊരു പെണ്ണ് എന്ത് മോളെ എന്ത് വേണ്ടി ജഡ്ജിയെ കാണാൻ, ഏത് ജഡ്ജി, ഏതെങ്കിലും ഒരു ജഡ്ജിയെ കണ്ടാൽ മതി. എന്നിട്ട് അവളവിടെ കുറെ നേരം നിൽക്കുകയാണ്. അവസാനം ജഡ്ജി കാണണം. അവസാനം ജഡ്ജി കണ്ടപ്പോ ജഡ്ജിനോട് അവള് പറയണത് എന്താ, എനിക്ക് വിവാഹമോചനം വേണം എന്നാണ്. അപ്പൊ ജഡ്ജി അടക്കം നെട്ടി. കാരണം ഈ ഒരു 10 വയസ്സുള്ള കുട്ടി പറയണത് എനിക്ക് ഡൈവോഴ്സ് വേണമെന്നാണ് പറയണത്. അപ്പൊ ജഡ്ജി ചോദിക്കാൻ എന്താണ് ഇവിടെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവള് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ അപ്പൊ ഈ ജഡ്ജി നെട്ടിട്ട് പറയണത് ഈ MNA ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണത്. ഒരു ബാലിക, അത് ചെറിയൊരു കുട്ടി ഒരു നിയമസഹായം ചോദിച്ചിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. പലരും ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ആരും ഇന്നേ വരെ നിയമം ചോദിച്ചിട്ട് വിവാഹമോചനം വേണം പറഞ്ഞിട്ട് ഒന്നും വന്നിട്ടില്ല. കാരണം ആർക്കും അതിനുള്ള ധൈര്യമില്ല. ഇവിടെ ഞാൻ കാണുന്നത് നുജൂത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അവളെ ധൈര്യം ഒരു അസാധാരണ ധൈര്യമല്ല. അങ്ങനെയാണ്. അപ്പൊ ഇത് എന്നിട്ട് ജഡ്ജിന്റെ സഹായത്തോടെ അവൾക്ക് വിവാഹമോചനം കിട്ടണം. ഇതൊക്കെ മാധ്യമങ്ങളില് ഡിസ്കസ് ചെയ്യാണ്. അങ്ങനെ അവൾക്ക് ലോകം അവളെ അവസ്ഥയെ കാണുകയാണ്. അപ്പൊ എല്ലാരും അവൾക്ക് സപ്പോർട്ടായിട്ട് അങ്ങനെ വിവാഹമോചിതയായിട്ട് അവൾ പിന്നീട് സ്കൂളിൽ പോവുക. അതൊക്കെയാണ് ഈ ഒരു ഇതിൽ കാണുന്നത്. ഈ ഒരു പുസ്തകത്തിൽ, അത് ഞാൻ നുജൂത് വയസ്സ് 10 വിവാഹമോചിതം എന്നുള്ള പുസ്തകത്തില് കാണുന്നത്. അപ്പൊ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു ഫിലിമായിട്ട് പിന്നിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫിലിമായിട്ട് വന്നിട്ടുണ്ട്. എമിനിയലത്തെ കഥ വന്നിട്ട് ഇത് ഭയങ്കര ഹേർട്ട് ടച്ചിങ് സ്റ്റോറിയാണ്. ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പറയുന്നത്. എന്തായാലും വായിക്കണം, എല്ലാരും വായിക്കണം. കാരണം ഞാനിത് വായിച്ചപ്പോ എനിക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ ഞാനാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്ക് ആ ഒരു മാനസികാവസ്ഥ, സങ്കടവും ഒക്കെ വരും. അത് നമ്മളാണ് ആ അവസ്ഥയിൽ ഉള്ളത് എന്നുള്ളത് തോന്നിപ്പോകും. അതാണ് ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത. അങ്ങനെയാണ്. അപ്പൊ ഇതില് പ്രസന്റും പാസ്റ്റും എല്ലാം മിക്സ് ആയിട്ടാണ് ഉള്ളത്. നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു 10 വയസ്സിൽ കുറിച്ചിട്ട് ഒന്നിനെ കുറിച്ച് ബോധേഡല്ല. ആ ഒരു വയസ്സിൽ വിവാഹം കഴിക്കുക, വിവാഹമോചിത, ഇതൊക്കെ ഉള്ള ഒരു നുജൂദിന്റെ കഥയാണ് ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വായിക്കന്നെ വേണം. ആ ഒരു ഫീലിംഗ് നമുക്ക് വരും. എല്ലാം ഇത് വായിച്ചേ പറ്റുള്ളൂ. അതുപോലെ കോടതി പോയിട്ട് വിവാഹമോചനം വേണം, എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോഴാണ് നുജൂദിന്റെ ജീവിതം അവിടെ വെച്ചിട്ടാണ് തുടങ്ങണം. അവളുടെ കഥ ശരിക്കും അവിടെ വെച്ചിട്ട് തുടങ്ങണം. അവളുടെ ജീവിതം തന്നെ മാറുന്നത് എന്താ അവിടെ വെച്ചിട്ടാണ്. അവളുടെ ഒരു ധൈര്യം കൊണ്ടാണ്. അവൾക്ക് ഇതൊക്കെ സഹിച്ചു പിടിച്ച് മറ്റുള്ളവരുടെ പോലെ എല്ലാം സഹിച്ചു പിടിച്ച് നിൽക്കാം. പക്ഷെ അവൾ അതിന് തയ്യാറായിട്ടില്ല. അവൾക്ക് അവളെ പഴയൊരു ജീവിതത്തിലേക്ക് പോകണം. ദാരിദ്ര്യം പിടിച്ചതാണെങ്കിലും എന്താണെങ്കിലും അവള് എന്താ ഒന്ന് സമാധാനത്തോടെ കളിക്കാം, സ്കൂളിൽ പോവാ, കുട്ടികളെ കൊടുക്കാം. ഈ ഭർത്താവിന്റെ കൂടെ കല്യാണം കഴിച്ച് പോകുമ്പോഴും ഇവള് ചെറിയ പ്രായമാണ്. ഇവളെ കയ്യിൽ എന്തോ ഒരു പാവയാണ് ഉള്ളത്. ഈ ഒരു പാവ അത്രേ അതുള്ളൂ. ആ പാവനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഭർത്താവിനെ കൊണ്ടുവന്നത്. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു കഥ എന്ന് പറഞ്ഞത് നുജൂദിനെ മാത്രം കഥല്ല. MNA എന്ന് പറഞ്ഞാല് ഇപ്പോഴും അപ്പൊ മുമ്പൊന്നും ലീഗലി കല്യാണത്തിന് ഒരു ഏജ് ഉണ്ടായിരുന്നില്ല. ഇത് ഈ ഒരു പ്രശ്നത്തിന് ശേഷമാണ് ലീഗലായിട്ട് ഒരു ഏജ് വന്നതും. അതുപോലെ പല പ്ലേസിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഇവരൊക്കെ MNA മറ്റുള്ള കുട്ടികളൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇവളെ ഈ ഒരു കഥ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവളുടെ സ്വന്തം ജീവിതം തിരിച്ചു പിടിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടാണ് അവള് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രായത്തിൽ അവൾ അതിന് തയ്യാറായത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാവരും ഈ ബാക്കിയുള്ള ഇതൊക്കെ എല്ലാരും സഹിച്ചു പിടിച്ചിരിക്കുകയാണ്. ആരും ഇതൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന ഒന്നും ഇതാക്കിയിട്ടില്ല. ഈ ഒരുപോലെ ചെറിയ പിള്ളേരെ ചൈൽഡ് മാരേജ് ചെയ്തു പോകുമ്പോഴും ആരും ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ തയ്യാറായിരുന്നില്ല അന്നത്തെ കാലത്തൊന്നും. അപ്പൊ അതിന് ശബ്ദം ഇതിന്റെ എഴുത്ത് രീതി ആണെങ്കിൽ തന്നെ ഭയങ്കര സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലാവും.
നുജൂദിന്റെ ശബ്ദങ്ങളൊക്കെ എന്ത് പറയാനുള്ളതെന്നൊക്കെ ഉള്ളത് ഈ ഒരു പുസ്തകത്തിലുണ്ട്. അപ്പൊ ഈ ഒരു പുസ്തകം എല്ലാവരും വായിക്കണം എന്നാണ്. കാരണം അത് നമുക്ക് വായിച്ചാൽ തന്നെ നമ്മളൊക്കെ തോന്നും അപ്പൊ എങ്ങനെ ഞാനാണ് ഈ ഒരു സ്ഥാനത്തിൽ നിന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ ആ മനസ്സ് നുജൂദിന്റെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പോലെയാണ് ഈ പുസ്തകം ശരിക്കും രചിച്ചുള്ളത്. അപ്പൊ ഈ ഒരു പുസ്തകം എല്ലാരും വായിക്കണം എന്നാണ് പറയുന്നത്. ഇത് ഫ്രഞ്ച് പുസ്തകമാണ്. ഇതിന്റെ പരിഭാഷ എഴുതിയിട്ടുള്ളത് രമ മേനോനാണ്. അപ്പോ ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് പറയുന്ന മനക്കരുത്തിന്റെ ആത്മധൈര്യത്തിന്റെ അന്താരാഷ്ട്ര ബിംബം എന്നാണ് ന്യൂയോർക്കർ ഈ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഞാൻ നുജൂദ് വയസ്സ് 10 വിവാഹമോചിത എന്നുള്ള ഒരു പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും വായിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു ദിൽന. ഫീഡ്ബാക്ക് പറയുന്നതിന് ഞാൻ ഷാനയെ ക്ഷണിക്കാം. ഹലോ, ദില്ലിയുടെ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ബുക്കായിരുന്നു എടുത്തത്. നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പോഴും അതൊക്കെ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ഇൻഫോർമേഷനും, അതേപോലെ ആ 10 വയസ്സിലും അങ്ങനെ ഒരു കുട്ടിക്ക് അത്രയും ധൈര്യത്തോടു കൂടി ഒരു കോടതി ചെല്ലാനും ഒരു വിവാഹമോചനം നേടിയെടുക്കാൻ ആള് കാണിച്ച ധൈര്യത്തിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ചിട്ടാണ് ദിലിന ഇവിടെ പറഞ്ഞത്. പ്രസന്റേഷനും ആ ഒരു ബുക്ക് ദിലിന പറഞ്ഞു കേട്ടപ്പോ വായിക്കണം എന്ന് എനിക്കും തോന്നി. നമ്മളൊക്കെയാണ് ആ ഒരു സാഹചര്യത്തിലെങ്കിൽ 10 വയസ്സിൽ കളിക്കുക, അങ്ങനെ നടക്കുക എന്നുള്ളതായിരിക്കും. ഇത്രയും ഒരു ധൈര്യമൊക്കെ നമുക്കൊന്ന് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ദിലിനയുടെ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നന്നായിരുന്നു. അടുത്തതായി ഫീഡ്ബാക്ക് പറയാൻ ഷഹനാശേരിനെ ക്ഷണിക്കാം. ദിൽനയുടെ പ്രസന്റേഷൻ നല്ല സിമ്പിളായിട്ടായിരുന്നു. ബ്രീഫായിട്ട് ആ സ്റ്റോറി ഫുള്ളായിട്ട് പറഞ്ഞു തന്നു. ബുക്ക് റിവ്യൂ കേട്ടപ്പോൾ വായിക്കണം തോന്നി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എല്ലാവരോടും ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. എൻ്റെയും ഈ പ്രോഗ്രാമിൻ്റെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.